ഹലോ നമസ്കാരം. ശ്രീ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ വർഷം എനിക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കണ്ണൂർ വയനാട് അതിർത്തിയിലാണ്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 65 കിലോമീറ്ററും അതുപോലെ തലശ്ശേരി ടൗണിൽ നിന്നും 70 കിലോമീറ്റർ ദൂരെയാണ്. ഒരു വർഷത്തിൽ 27-28 ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന മഹോത്സവം. അവിടെ വെടിക്കെട്ടില്ല, കൊട്ടില്ല, കൊടികയറ്റമില്ല. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇന്നും പ്രാചീനമായ കീഴ്വഴക്കങ്ങളും ശൈലികളും നിലനിർത്തിപ്പോരുന്ന, അതായത് പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയെ അറിഞ്ഞ് ഭക്തർ അനുഗ്രഹം വാങ്ങുന്ന, പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവ കാഴ്ചകളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെ കോവിഡ് മഹാമാരി കാലത്ത് പോലും കൊട്ടിയൂരിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും മുടക്കം വന്നിട്ടില്ല. ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ആരണ്യ ക്ഷേത്രമാണ്. തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിലാണ് ഇവിടുത്തെ ചൈതന്യം. ആദിവാസി മുതൽ നമ്പൂതിരി വരെ എല്ലാ ഹൈന്ദവർക്കും അവകാശങ്ങളും ചടങ്ങുകളും ഉള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ. ഞങ്ങളുടെ യാത്രയിൽ നമ്മൾ ഈ കാണുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ഇളനീർ ആട്ടം, ഇളനീർ വെപ്പിനുള്ള ഭക്തർ അവിടെ കാൽനടയായിട്ട് ഇളനീരെത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഇത് കുറ്റ്യാട്ടൂർ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ദൂരങ്ങളിൽ നിന്നാണ് ഭക്തർ ഇതുപോലെ ഒരുപാട് നാളത്തെ വ്രതശുദ്ധിയോടുകൂടി കാൽനടയായിട്ടാണ് ഇവർ ഇളനീര് കൊട്ടിയൂരിലേക്ക്, അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തിക്കുന്നത്. 3 വീതം ഇളനീര് 2 ഭാഗങ്ങൾ, അതായത് ഓലയുടെ ആ ഒരു മടലിൻ്റെ 2 ഭാഗത്തുമായിട്ട് കെട്ടിവെച്ച് അങ്ങനെയാണ് എത്തിക്കുന്നത്. അങ്ങനെ ഒരു പർട്ടിക്കുലർ സമുദായത്തിലുള്ള ആൾക്കാർക്ക് അവകാശപ്പെട്ടതാണ് ഈ ഒരു ചടങ്ങ്. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നീൽഗിരി ബയോസ്ഫിയേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇപ്പോൾ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറിയാണ്. അതിമനോഹരമായിട്ടുള്ള വഴിയാണ് കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്യും നമ്മൾ അതിലൂടെയുള്ള യാത്ര. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി, പ്രകൃതി അത്രയും മനോഹരമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത്. ഇപ്പോൾ ഞങ്ങൾ വഴിയിലൊക്കെ തോർത്ത് വിൽപ്പനൊക്കെ കണ്ടില്ലേ. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ എല്ലാവരും തന്നെ വാവലിപ്പുഴയിൽ ഇറങ്ങി കുളിച്ച് ഈറനോടുകൂടിയാണ് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ മഴയാണെങ്കിലും നമ്മളെ ഒന്ന് നനയിക്കും. അതാണ് ആ ഒരു തോർത്തിൻ്റെ പ്രാധാന്യം. മലയാളം മാസത്തിലെ ഇടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുന മാസത്തിലെ ചോതി വരെ നീണ്ടു നിൽക്കുന്ന 27 ദിവസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ശരിക്കും പറഞ്ഞാൽ 3 മാസം തൊടുന്ന ഉത്സവമാണ് ഇത്. അതായത് മേടമാസം തൊട്ട് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. പിന്നെ ചോതി വിളക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് വൈശാഖ നാളിലാണ് ശരിക്കുമുള്ള ഉത്സവം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വൈശാഖ മഹോത്സവം എന്ന പേര് വന്നിരിക്കുന്നത് കേട്ടോ. വൈശാഖ മഹോത്സവത്തിലെ ആദ്യത്തെ ചടങ്ങാണ് ദൈവത്തെ കാണൽ ചടങ്ങ്. മണത്തണ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അവിടെ ക്ഷേത്രസ്ഥാനികൻ, അതായത് കുറിച്യ സമുദായപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഒറ്റപ്പിലാൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടത്തുന്നത്. വനദേവതകളുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ചടങ്ങാണ് ഉത്സവം. വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാനായിട്ട് അവിടെയുള്ള 2 കാവുകളാണ് കൊട്ടേരിക്കാവും ആയില്യാർക്കാവും. അതിനിടയിലാണ് നമ്മുടെ കൊട്ടിയൂർ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഈ വനദേവതകളുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ അവരുടെ അനുവാദവും വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഒരു ദൈവത്തെ കാണൽ ചടങ്ങ്. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് ഒറ്റപ്പിലാൻ എന്ന് പറയുന്ന കുറിച്യ സമുദായത്തിലുള്ള ചടങ്ങെന്ന് പറയുന്നത് അവരുടെ ആളാണ്. ക്ഷേത്രത്തിൽ വെച്ച് ഇക്കരെ ക്ഷേത്രത്തിൽ വെച്ച് അരിയളവ് നടക്കലും, പിന്നെ വൈശാഖ മഹോത്സവത്തിൻ്റെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ നിശ്ചയിക്കുക. അതുപോലെ ആയില്യർ കാവിൽ നടത്തുന്ന ഗൂഢപൂജകൾ, ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള പൂജകൾ, അതൊക്കെയാണ് അടുത്ത ചടങ്ങുകൾ. പിന്നെ അത് കഴിഞ്ഞാലാണ് നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് നീരെഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസമാണ് ശരിക്കും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അവിടുത്തെ അവകാശികളും അവിടുത്തെ അടിയന്തരക്കാരും ഒക്കെ തന്നെ വാവലിപ്പുഴ കടന്ന് അക്കരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഓരോ വർഷവും ഉത്സവം അവസാനിക്കുന്ന സമയത്ത് സ്വയംഭൂവായ ശിവപ്രതിഷ്ഠയെ അഷ്ടബന്ധം കൊണ്ട്, വിശിഷ്ട ദ്രവ്യങ്ങൾ ചേർന്ന മണ്ണ് കൊണ്ട് പൊതിഞ്ഞു വയ്ക്കും. അപ്പോൾ ഈ ഒരു നീരെഴുന്നള്ളത്ത് ദിവസമാണ് ഈ പുഴയുടെ, നമ്മുടെ ഈ വാവലിപ്പുഴയുടെ തീരത്താണല്ലോ നമ്മുടെ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാവലിപ്പുഴയുടെ പുണ്യതീർത്ഥം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചെടുത്ത് കൂവയിലയിൽ കുമ്പിള പോലെ ശേഖരിച്ച് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു.
അതാണ് ഈ ചടങ്ങിന് ശേഷം തന്നെ ഇവിടെ 27 ദിവസത്തോളം ഇവിടെ താമസിക്കാനുള്ള അടിയന്തരക്കാരും സ്ഥാനികർക്കും വേണ്ട കയ്യാലകൾ, താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന കയ്യാലകൾ, അതുപോലെ വാവലിപ്പുഴയുടെ കുറുകെ നിർമ്മിക്കുന്ന ചിറ, അതൊക്കെ കെട്ടാനുള്ള പണികളൊക്കെ തുടങ്ങുന്നതും ഒക്കെ ഈ ഒരു സമയത്താണ്. പിന്നെ അതിനുശേഷം വരുന്നത് മുതിരേരിയിലുള്ള വാൾവരവ്. അതായത് വീരഭദ്ര സ്വാമികൾ ദക്ഷനെ വധിച്ച ശേഷം വാള് ചുറ്റിയെറിഞ്ഞ് അത് പതിച്ചത് മുതിരേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വാൾവരവുണ്ട്. അതിനുശേഷം വിളക്ക്, തിരി, നെയ്യ്, തീയ് അതൊക്കെ എഴുന്നള്ളിക്കും. പിന്നെയാണ് നാളം തുറക്കുന്ന ചടങ്ങ്. അതായത് അഷ്ടബന്ധം നീക്കം ചെയ്ത് സ്വയംഭൂവിൽ നെയ്യഭിഷേകം നടക്കുന്ന ഒരു ചടങ്ങ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റുള്ള എഴുന്നള്ളത്തുകളാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. അതായത് വിളക്ക്, സ്വർണം, വെള്ളി, കലശപാത്രങ്ങൾ, തിരുവാഭരണങ്ങൾ എന്നിവ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ അറകളിൽ നിന്നും എഴുന്നള്ളിക്കുന്ന ചടങ്ങ് കേട്ടോ. പിന്നീടാണ് ഇളനീർ വരവ്. അതാണ് നിങ്ങൾ വരുന്ന വഴിയിൽ കണ്ടത്. പിന്നെ ഇളനീർ അഭിഷേകം, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പിന്നെ വരുന്നത് ആരാധനകളാണ്. തിരുവോണം, രേവതി, അഷ്ടമി, രോഹിണി ആരാധനകൾ. അതിൽ തന്നെ രോഹിണി ആരാധന വളരെ വിശിഷ്ടമാണ്. രോഹിണി ആരാധനാ ദിവസം നടക്കുന്ന ഒരു മഹനീയ കർമ്മമാണ് ആലിംഗന പുഷ്പാഞ്ജലി. ദക്ഷയാഗഭൂമിയിൽ തൻ്റെ സതീദേവിയെ നഷ്ടപ്പെട്ട മഹാദേവൻ പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കാൻ വിധം ക്രോധാകുലനാവുന്നു. ഇതിനെ തുടർന്ന് മഹാവിഷ്ണു ശിവനെ സമീപിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കുകയും ക്രോധം ശമിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കുറുമാത്തൂരുള്ള ഇല്ലത്തെ ഒരു കാരണവർക്കാണ് അതിൻ്റെ സൗഭാഗ്യം. അതുപോലെ നമ്മൾ പറയില്ലേ, ഈ ദക്ഷിണകാശിയായ കൊട്ടിയൂരിൽ എല്ലാ ദൈവങ്ങളുടെയും സാന്നിധ്യമുണ്ട്. ശിവനും വിഷ്ണുവും എല്ലാവരും രണ്ടും രണ്ടല്ല, എല്ലാം ഒന്ന് തന്നെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കയ്യാലകൾ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഓരോ അവരുടെ സ്ഥാനികർക്കൊക്കെ ഓരോ കയ്യാലകൾ കൊടുത്തിട്ടുണ്ട്. ഈ കയ്യാലകളൊക്കെ തന്നെയും താൽക്കാലികമാണ്. അപ്പോൾ ഈ കയ്യാലകളിലാണ് ഇവിടുത്തെ ഓരോ ചടങ്ങിനും അവകാശപ്പെട്ടവരുള്ള ഓരോ അവകാശികളുണ്ടാവും. അപ്പോൾ ആ അവകാശികൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണിത്, ഉത്സവം കഴിയുന്നത് വരെ മാത്രം. ഇതാണ് ഇവിടുത്തെ കൂത്തമ്പലം. കൂത്ത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും കൂത്ത് ഉണ്ടാവില്ലല്ലോ, പക്ഷേ ഇവിടെ കൂത്തുണ്ട്, ഒരു വഴിപാടായിട്ട് ചെയ്യുന്നുണ്ട്. കൊട്ടിയൂരിലെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ ചടങ്ങുകളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നും നമുക്ക് അറിയില്ല. ഒരുപാട് ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. ശിവേലി ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മകന്നാൾ ഉച്ച ശിവേലി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പിന്നെയുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസം വരും. ഒരുപാട് ഗൂഢപൂജകളൊക്കെയാണ് നടത്തുന്നത്. അവിടെയുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശം പോലും ഉള്ളൂ. വേറെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉത്സവ സമാപനമായി കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ഒരു ചടങ്ങാണ് കലശാഭിഷേകം. കളഭാഭിഷേകം, സമൂഹ പുഷ്പാഞ്ജലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിച്ചതിന് ശേഷം പിന്നെ ഉത്സവം ഏകദേശം തീരാറായി. പിന്നെ മുതിരേരിയിൽ വന്ന വാള്, അതുപോലെ തന്നെ ഭണ്ഡാരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ച് എഴുന്നള്ളിക്കും. അതുപോലെ ആന, അങ്ങനെയുള്ളതൊക്കെ തിരിച്ച് പോകുന്ന ചടങ്ങുണ്ട്. പിന്നെ ഒടുവിൽ മിഥുനമാസം ലാസ്റ്റ് വരുന്ന ചോതിനാളിലാണ് ലാസ്റ്റ് ചടങ്ങ് വരുന്നത്. സ്വയംഭൂവായിട്ടുള്ള ശിവനിൽ അഷ്ടബന്ധം കൊണ്ട് മൂടി വെച്ച് ചിത്രദീപം തെളിയിച്ച് പ്രമുഖരായിട്ടുള്ള, അതായത് അവിടെ കാർമ്മികം വഹിച്ച എല്ലാവരും തന്നെ തിരിച്ചു വരണം. പിന്നീട് ഒറ്റപ്പിലാൻ എന്ന് പറയുന്ന ആ സ്ഥാനികൻ, അത് നമ്മുടെ കുറിച്യ സമുദായത്തിൽപ്പെട്ട ആ ഒരു സ്ഥാനികനായിട്ടുള്ള ആൾ മണിത്തറയിൽ പ്രവേശിച്ച് അവിടുത്തെ നിവേദ്യമൊക്കെ കഴിച്ച് മണിത്തറ അശുദ്ധമാക്കുന്നു എന്നൊക്കെയാണ് അവിടുത്തെ ഐതിഹ്യം പറയുന്നത്. കൊട്ടിയൂർ എന്ന് പറയുന്നത് ഒരു അരണ്യക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തൊഴുന്ന രീതിയും ഒക്കെ തന്നെ വളരെ ലളിതമാണ് കേട്ടോ. സാധാരണയായിട്ട് വാവലിപ്പുഴയിൽ കുളിച്ച് ഈറനോടുകൂടി പ്രദക്ഷിണ വഴി, അതായത് തിരുവഞ്ചിറയിലൂടെ മണിത്തറ, വാളറ, അമ്മാറക്കൽ, ഇത് മൂന്നും വലം വെച്ച് വരിക. അതിനുശേഷം പ്രസാദം വാങ്ങിക്കുക. പിന്നെ ഭണ്ഡാരം പെരുക്കുക. ഭണ്ഡാരം പെരുക്കുക എന്ന് പറയുന്നത് ഭണ്ഡാര സമർപ്പണം, എന്തെങ്കിലും നമ്മൾ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നു. തിരുവഞ്ചിറയിൽ നിന്ന് ആ വെള്ളം ഇരിക്കുന്ന സ്ഥലം പ്രദക്ഷിണ വഴി, അവിടെ നിന്ന് കയറിയാൽ പിന്നെ വീണ്ടും നമ്മൾ സാധാരണയായി തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങാറില്ല. വീണ്ടും ഭണ്ഡാരം പെരുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ഇക്കരെ കൊട്ടിയൂർ വന്ന് തൊഴുത് അവിടെയും ഭണ്ഡാരം പെരുക്കി തിരിച്ചു വരുന്ന സമയത്ത് ഓടപ്പൂ വാങ്ങിക്കണം നമ്മൾ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓടപ്പൂ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഓടപ്പൂ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിന്
മുകളിലായിട്ടോ നമ്മൾ തൂക്കിയിടും. അതാണ് നമ്മൾ സാധാരണയായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യാറുള്ളത്. പിന്നെ അവിടുത്തെ പ്രസാദങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അവിടുന്ന് നെയ്യ്, ആടിയ നെയ്യ് കിട്ടും. അതുപോലെ കളഭം, ചന്ദനം, ഇതൊക്കെ നമുക്ക് അവിടുന്ന് പ്രസാദമായിട്ട്, അല്ലെങ്കിൽ അഷ്ടബന്ധം, അതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രസാദങ്ങൾ വരുന്നത് കേട്ടോ. അവിടെ വരുന്ന മെയിനായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്ന ആൾരൂപം സമർപ്പിക്കുക, സ്വർണം വെള്ളി കുടങ്ങൾ വെച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്ന ആ ഒരു ചടങ്ങ്, പിന്നെ പുഷ്പാഞ്ജലി, ദേവിക്ക് പട്ടും താലിയും, പിന്നെ കൂത്ത് ഒരു വഴിപാടാണ് അവിടുത്തെ. ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള. ഒത്തിരി മറ്റുള്ള ക്ഷേത്രങ്ങളിലുള്ളതുപോലെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളും അവിടെ ഇല്ല ശരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയും കൊട്ടിയൂരിൽ പോകുന്നത് തന്നെ നമ്മൾ നിരീക്കാൻ പാടില്ല എന്നൊക്കെ പറയും. നിരീക്കുക മീൻസ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് അവിടെ പോകണം അങ്ങനെയൊന്നും പറയില്ല. പെട്ടെന്ന് അങ്ങനെ നമുക്ക് തോന്നുന്നു അവിടെ പോകുന്നു എന്ന് മാത്രമല്ല. അതുപോലെ തന്നെ അറിയാതെ പോലും കൊട്ടിയൂരിൻ്റെ മണ്ണ് പോലും ദേഹത്ത് പറ്റരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൊട്ടിയൂരിൽ പോകുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ടതായ ചില ചിട്ടകൾ കൂടെയുണ്ട്. അതായത് അരണ്യക്ഷേത്രമാണ്. അതുപോലെ ശിവൻ ധ്യാന നിരതനായി സ്വയംഭൂവായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അധികം ബഹളം വെക്കാതെ നിശബ്ദരായി ഗോവിന്ദ നാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. തൊഴുത് വളരെ സമാധാനത്തോടുകൂടെ തൊഴുത് പ്രാർത്ഥിച്ച് വരിക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കാണുന്നതാണ് കല്ല് ഉരസി കുറി തൊടുന്നതും കല്ല് അടുക്കി വെക്കുന്നതും. അതൊന്നും തന്നെ അവിടുത്തെ ആചാരം ആയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ശങ്കരാചാര്യരാണ് ഇവിടുത്തെ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ തന്നെ അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ അക്കരെ കൊട്ടിയൂരിൽ പോയില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് അവിടെയുള്ള എല്ലാ കല്ലുകളും ശിവലിംഗങ്ങളായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മളവിടുത്തെ കല്ലുരസാനും കല്ലെടുത്ത് വരാനും അതൊന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ശരിക്കും. അവിടെ കാണുന്ന ആ ഒരു പ്രകൃതിയെ അതുപോലെ സംരക്ഷിച്ച് പോവുക. അവിടെ നമുക്ക് സമാധാനപരമായിട്ട് പോവുക, പ്രാർത്ഥിക്കുക, വരിക. അവിടെ ഒന്നിനെയും നശിപ്പിക്കാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പവിത്രത അതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഓടപ്പൂവൊക്കെ വാങ്ങിക്കണം കേട്ടോ നമ്മൾ. ഇപ്പോൾ ഓടപ്പൂ ഉണ്ടാക്കുന്നത് എനിക്ക് പണ്ടൊക്കെ ഞങ്ങളിവിടെ ഈ നാട്ടിൽ വരുവാണെങ്കിലും ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. മണത്തണയെ ഞങ്ങളുടെ ബന്ധു വീട്ടിലൊക്കെ ഞങ്ങൾ എന്നും വരും. ഇപ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ കൊട്ടിയൂരിൻ്റെ ഈ മലനിരകളിങ്ങനെ കാണുമ്പോൾ എപ്പോഴും കുട്ടിക്കാലത്ത് ഇങ്ങനെ അവിടെ താമസിച്ച് രാവിലെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് എന്തെങ്കിലും ഇവിടെ പോകാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ കുട്ടികളായതുകൊണ്ടോ അറിയില്ല, ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും അവിടെ വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓടപ്പൂ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പണ്ടൊക്കെ അവിടുത്തെ കുറിച്യ സമുദായത്തിൽപ്പെട്ട ആ ഒരു സ്ത്രീകളൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് മോസ്റ്റ്ലി കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് കേട്ട അറിവ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ അതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരത് ഏറ്റെടുക്കുകയും പിന്നെ ഇപ്പോൾ ഓടയൊക്കെ വരുന്നത് വേറെ സ്ഥലങ്ങളിൽ, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഓടപ്പൂവൊക്കെ ഇങ്ങനെ കണ്ടു. എന്തായാലും അത് ഞാൻ കുറച്ച് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരിൽ വന്നു. ഇതാണ് ആയില്യാർക്കാവെന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾക്ക് പ്രവേശനമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ പുറമേ നിന്ന് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇവിടെയും ഒരുപാട് ചടങ്ങുകൾ നടക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടിട്ട് പടിഞ്ഞാറ്റ ഇല്ലത്തിൻ്റെയും അവിടുത്തെ നമ്പൂതിരിയുടെയും കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്പൂതിരിയുടെ ഇല്ലം തന്നെയാണ് ആക്ച്വലി ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ വർഷം മുഴുവനും പൂജയും കാര്യങ്ങളും നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇവിടെ വരാം. ഇപ്പോഴും പ്രത്യേകിച്ച് പൂജകളൊന്നും അവിടെ ഉണ്ടാവില്ല, കാരണം എല്ലാം അക്കരെ കൊട്ടിയൂരിൽ എഴുന്നള്ളിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു. അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ വന്നു, ഓടപ്പൂവൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു വരുന്ന വഴിയിൽ, അവിടെയൊക്കെ തൊഴുതിട്ടാണ് ഞങ്ങൾ. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊട്ടിയൂരിൽ ഈ ഒരു വൈശാഖ മഹോത്സവ കാലത്ത് 30 മുക്കോടി ദൈവങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രകൃതി തന്നെയാണ് ശ്രീകോവിൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ തരി മണ്ണ് പോലും വളരെ പവിത്രതയുള്ളതാണ്. സോ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കാരണവശാലും ആ പ്രകൃതിയിലുള്ള ഒരു വസ്തുക്കളും ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവരാനോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പലതും അവിടെ ഉപേക്ഷിച്ച് ആ പരിസരം മലിനമാക്കാനോ പാടുള്ളതല്ല. നമ്മൾ അവിടെ പോയാൽ വളരെ സമാധാനപരമായി ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ നാമം ജപിച്ച് വളരെ മനസമാധാനത്തോടുകൂടി പ്രാർത്ഥിച്ച് കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങി വരാനുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കൊട്ടിയൂരിൽ പോവാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ. See you in the next video. Thank you.